ഇസ്രായേലിന് നേരെ ഇറാൻ കനത്ത ആക്രമണമാണ് ഇപ്പോൾ നടക്കുന്നത്. ടെഹ്റാനിൽ ഉഗ്രസ്ഫോടനമുണ്ടായെന്ന് പറയുന്ന വാർത്തകളൊക്കെ പുറത്തു വന്നതിന് ശേഷം ഇസ്രായേലിന് തലങ്ങും വിലങ്ങും കയറി ഇറാൻ ആക്രമിച്ചു. ഡൊണാൾഡ് ട്രംപ് അമേരിക്കൻ പ്രസിഡന്റ് തന്നെ ഇത് സമ്മതിച്ചു. കാരണം ഇസ്രായേൽ ഇനി അങ്ങോട്ടൊന്നും കയറി ചെയ്യരുതെന്ന് പറയുന്നു. അപ്പോൾ യുദ്ധം അവസാനിക്കാൻ പോകുന്നു എന്നൊക്കെയുള്ള ഒരു പരാമർശം അല്ലെങ്കിൽ ഈ രീതിയിലുള്ള ചർച്ചകൾ മുന്നോട്ട് നീങ്ങവേ ഇറാൻ വീണ്ടും കയറി ഇസ്രായേലിനെ ആക്രമിക്കുന്നു എന്ന് പറഞ്ഞാൽ സുഖകരമാണോ അവസ്ഥ? സിനിജി, ഇതിനു മുമ്പും പലതവണ ചർച്ച ചെയ്തിട്ടുണ്ട് ഇല്ലേ? അപ്പോഴൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഇസ്രായേലിനെ മാറ്റി നിർത്തി നിങ്ങൾക്കൊരു സമാധാന ചർച്ച നടത്താൻ പറ്റില്ല. നടത്താം, പക്ഷെ അത് സക്സസ്ഫുൾ ആവില്ല. 3 പേര് തമ്മിലല്ലേ വഴക്ക്? അതെ, US, ഇസ്രായേൽ, ഇറാൻ. അതിൽ US ഇറാനും ചേർന്നിട്ട് ഞങ്ങൾ തമ്മിൽ ചർച്ച ചെയ്ത് അവസാനിപ്പിച്ചു എന്ന് പറഞ്ഞാൽ ഇസ്രായേൽ എന്താ പൊട്ടന്മാർ? അവർ ഇതുവരെ സമാധാന ചർച്ചയിൽ അടുപ്പിച്ചിട്ടില്ല ഇസ്രായേലിനെ. ട്രംപ് പറയുന്നത് ഇസ്രായേലിന് വേണ്ടിയിട്ട് ഞാൻ സംസാരിക്കും, ഞാൻ പറഞ്ഞാൽ അവൻ കേൾക്കും. ആ പരിപാടി ഇല്ല. നേരെ തിരിച്ച് പലപ്പോഴും സംഭവിക്കാറുണ്ട്. ഇസ്രായേൽ പറഞ്ഞാൽ അമേരിക്ക കേൾക്കാറുണ്ട്. അല്ലാതെ അമേരിക്ക പറഞ്ഞിട്ട് ഇസ്രായേൽ കേൾക്കുന്ന ഏർപ്പാട് തന്നെ ഹിസ്റ്ററിയിലില്ല. അവരത് ചെയ്യില്ല. അപ്പോൾ അവരെ ചേർക്കാതെ ട്രംപ് ബൈപ്പാസ് ചെയ്ത് ഈ കലാപരിപാടി അതിന് പോയതാണ് ഈ കുഴപ്പത്തിനെല്ലാം കാരണം. ശരിക്കും പറഞ്ഞാൽ വാർ സ്ട്രാറ്റജി ഇസ്രായേലിൻ്റെയാണ്. അവർക്ക് എപ്പോഴും ഒരു ലക്ഷ്യബോധമുണ്ട്. അതുകൊണ്ടാണ് ഫസ്റ്റ് ഡേ തന്നെ ആക്രമിച്ചപ്പോൾ ഖമനയി അടക്കം 45 നേതാക്കളെ അവർ തട്ടിക്കളഞ്ഞത്. ആ പ്ലാനൊക്കെ ഇസ്രായേലിന് മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ. അതിൻ്റെ സെക്കൻഡ് ഡേ ചെയ്യേണ്ടത്, 3rd ഡേ, 4th ഡേ, ഇതൊക്കെ കൃത്യമായിട്ട് ഇസ്രായേലിനറിയാം. അതനുസരിച്ച് പോയിരുന്നെങ്കിൽ ദിസ് വുഡ് ഹാവ് ബീൻ എ സക്സസ് ബൈ ദിസ് ടൈം. അപ്പോൾ ട്രംപിന് അതിനിടയ്ക്ക് ഓരോ വെളിപാടുണ്ടാവും. അങ്ങനെയാണ് ഈ ഹോർമൂസ് കടലിടുക്കിൽ അവർ പിടിമുറുക്കും എന്ന് ഇസ്രായേലിന് നേരത്തെ അറിയാം. അത് അറിഞ്ഞുകൂടായിട്ടൊന്നുമല്ല, അവരുടെ കയ്യിലുള്ള ഒരു ആയുധമാണ്. പിന്നെ അവർ ഗൾഫ് രാജ്യങ്ങളെ ആക്രമിക്കും, ഇറാൻ. അതും ഇസ്രായേലിനറിയാം. അങ്ങനെ ഇസ്രായേൽ ഗൾഫ് രാജ്യങ്ങളെ എക്യുപ്പ് ചെയ്തു, അയൺ ഡോം കൊണ്ടുപോയി വെച്ചു, ഇതൊക്കെ ചെയ്തു. അവർ കൃത്യം സ്ട്രാറ്റജി വെച്ചാണ് മുന്നോട്ട് പോയത്. ഈ മനുഷ്യൻ ചുമ്മാ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ വർത്താനം പറഞ്ഞത് കുളമാക്കി. എന്നിട്ട് ഇപ്പോൾ എന്താ, ഇസ്രായേൽ പറഞ്ഞു, ശരി, നിങ്ങൾ സമാധാന ചർച്ച നടത്തുക, എന്താണെന്ന് വെച്ചാൽ ഞാൻ ഇറാനെ തൽക്കാലം ആക്രമിക്കുന്നില്ല, പക്ഷേ ഹിസ്ബുള്ളയെ വിടാനും ഞാൻ തയ്യാറല്ല. അങ്ങനെ ഹിസ്ബുള്ളയെ ആക്രമിച്ച് ലിത്താനി നദി വരെ പോയി. പിന്നെ ലിത്താനി നദിയും കടന്ന് അവസാനം ബെയ്റൂട്ടിലെത്തുമെന്നുള്ള സ്ഥിതിയായി. അപ്പോഴാണ് ഇറാൻ പിന്നെ പിടിച്ചു നിൽക്കാൻ പറ്റില്ല ഇറാന്. അതുകൊണ്ട് ഇറാൻ ഇസ്രായേലിനെ ആക്രമിച്ചു, ഇസ്രായേൽ തിരിച്ചു ആക്രമിച്ചു. ഇപ്പോൾ അത് കയ്യിൽ നിന്ന് പോയി, വീണ്ടും പഴയ യുദ്ധത്തിൻ്റെ നിലയിലേക്ക് പോയി. അതാണ് ഇപ്പോഴത്തെ സ്റ്റാറ്റസ്. അല്ല, ശരിക്കും പറഞ്ഞാൽ ഇപ്പം ഇസ്രായേൽ ഇതിനകത്തുനിന്ന് പിന്മാറില്ല എന്നുള്ള കാര്യം ഏതാണ്ട് വ്യക്തമാണ്. പക്ഷേ എന്നിട്ടും ഇസ്രായേലിനെ കയറി ഇറാൻ ആക്രമിച്ചു എന്ന് പറയുന്നത് അത് വടി കൊടുത്ത് തടി മേടിക്കുന്നതിന് തുല്യമല്ലേ? അല്ല, തുല്യമായിരിക്കാം. പക്ഷേ ഇറാനെ സംബന്ധിച്ചിടത്തോളം ഉണ്ടല്ലോ, അവർ ചോറും ചെലവും കൊടുത്ത് വളർത്തുന്ന ആൾക്കാരാണ് ഹിസ്ബുള്ള. ആ ഹിസ്ബുള്ളയുടെ ഇത്രയധികം ഒരു ഹ്യൂമിലിയേഷൻ ഇറാന് താങ്ങാൻ പറ്റുന്നില്ല. അതായത് ഹമാസ്, ഹിസ്ബുള്ള, ഹൂത്തി, എന്താ അതിന് പറയുന്നത്, ഹാ ഹീ ഹൂ. അപ്പോൾ ഇതിലെ ഒരു പ്രബല അംഗമാണ് ഹിസ്ബുള്ള. അവർ പക്ഷേ മോസ്റ്റ് പവർഫുൾ അവരാണെന്നും പറയുന്നു. അങ്ങനെയല്ല, മോസ്റ്റ് പവർഫുൾ ഹൂത്തിയാണെന്നും പറയുന്നു. എന്ത് വൈകിക്കോട്ടെ, പ്രബലരായ ഇറാൻ വേട്ടപ്പട്ടികളാണ് ഹിസ്ബുള്ള. അപ്പോൾ അവരെ ഒരു പരിധിയിലധികം ഇസ്രായേൽ ആക്രമിക്കുന്നത് കണ്ടു നീക്കാൻ ഇറാന് പറ്റില്ല. അതുകൊണ്ട് ഇറാൻ രംഗത്തിറങ്ങി. മാത്രമല്ല, ഇപ്പോൾ ഈ കഴിഞ്ഞ ഒരു 10-40 ദിവസമായിട്ട് ഈ സീസ് ഫയർ നടക്കുന്നുണ്ട്. അതെ, സീസ് ഫയർ ഉള്ളതുകൊണ്ട് ഇറാന് ഒന്ന് ഇരുന്ന് അവരുടെ കുറേ മിസൈലുകളൊക്കെ അസംബിൾ ചെയ്ത് റെഡിയാക്കിയൊക്കെ എടുക്കാൻ പറ്റിയിട്ടുണ്ട്. ചൈനയിൽ നിന്ന് വേണ്ട സാധനങ്ങൾ കൊണ്ടുവരിക, പരിപാടിയൊക്കെ നടത്തിയിട്ടുണ്ട്. അങ്ങനെ വർദ്ധിത വീര്യത്തോടെയാണ് ഇറാൻ ഇപ്പോൾ നിൽക്കുന്നത്. അപ്പോൾ പിന്നെ അവർക്ക് ശരി, എന്നാൽ പിന്നെ ഇസ്രായേലിനെ അടിക്കാം. ഇസ്രായേൽ ഇത് ഏത് നിമിഷവും ഈ അടി പ്രതീക്ഷിക്കുന്നുണ്ട്. അതുകൊണ്ട് അവർക്ക് കാര്യമായ നാശനഷ്ടമൊന്നും ഉണ്ടായില്ല. പക്ഷേ അവരിത്ര ശക്തമായിട്ട് തിരിച്ചടിക്കുമെന്ന് ഇറാൻ വിചാരിച്ചില്ല. ഹിസ്ബുള്ളയുമായിട്ട് അവിടെ യുദ്ധം നടക്കുമ്പോൾ ഈ പുറകിൽ നിന്ന് ഇറാൻ്റെ ആക്രമണം വന്നു കഴിഞ്ഞാൽ ഇസ്രായേലിൽ കുറേ നാശനഷ്ടം ഉണ്ടാക്കാമെന്ന് ഇറാൻ വിചാരിച്ചു. പക്ഷെ അത് നടന്നില്ല.
ഇസ്രായേൽ അസാമാന്യമായ അലർട്ടാണ്. 24 hours അലർട്ടായിട്ട് ജീവിക്കുന്ന ഒരു ജനത. ഓരോ മനുഷ്യനും ഒരു പട്ടാളക്കാരനാണ്. ഒരു കോളേജ് പ്രൊഫസർ ഒരു പട്ടാളക്കാരനാണ്. രാവിലെ കോളേജ് പ്രൊഫസറായിരിക്കും, ഉച്ച കഴിയുമ്പോൾ ഈ ഇസ്രായേലി ഡിഫൻസ് ഫോഴ്സ് IDFൻ്റെ ഉത്തരവ് വന്നു കഴിഞ്ഞാൽ അങ്ങേര് ഷർട്ട് അഴിച്ചിട്ട് യൂണിഫോം ഇട്ട് പട്ടാളക്കാരനായിട്ട് മാറും. ഇതാണ് ഇസ്രായേലുകളുടെ ജീവിതം. അവരുടെ സർവൈവലിന് വേണ്ടിയിട്ട് ഇന്ന് തുടങ്ങിയതാണ്. അവർ 1948 മുതൽ തുടങ്ങിയ യുദ്ധമാണ്. ഇപ്പോൾ യുദ്ധം തുടങ്ങിയിട്ട് പശ്ചിമേഷ്യ യുദ്ധം ആരംഭിച്ചിട്ട് ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ 100 ദിവസം പിന്നിട്ടു. ഈ 100 ദിവസം പിന്നിട്ടതോടുകൂടി മൊസാദാണ് ഇപ്പോൾ ഇറാൻ്റെ അതിർത്തി മേഖലകളിലെല്ലാം തന്നെ നിലയുറപ്പിച്ചത്. അവരുടെ ഓരോ നീക്കവും കൃത്യമായിട്ട് നിരീക്ഷിക്കുന്നു. നമുക്കറിയാം, ഇറാൻ്റെ തലപ്പത്തിരുന്ന അയത്തുള്ള അലി ഖമനേയി ഉൾപ്പെടെയുള്ളവരെ കൊന്നു ഇസ്രായേലിൻ്റെ മൊസാദ് അകത്തേക്ക് കയറി ഈ ഓപ്പറേഷൻ എല്ലാം പ്ലാൻ ചെയ്തു. അതൊന്നും ഇറാന് കണ്ടുപിടിക്കാൻ പറ്റില്ല. അപ്പോൾ ഇപ്പോൾ ഇറാൻ കയറി ഇസ്രായേലിനെ ഈ ചൊറിഞ്ഞത് ഇറാൻ എന്ന് പറയുന്ന രാജ്യത്തിൻ്റെ അന്ത്യം കുറിക്കാൻ ഉള്ളൊരു നീക്കത്തിലേക്ക് പോകുന്നു. കാരണം ട്രംപ് പറഞ്ഞപ്പോഴും നെതന്യാഹു കേൾക്കണമെന്നില്ല. അവരങ്ങോട്ട് ഇറങ്ങി തിരിച്ചാൽ ഇപ്പോൾ IRGCയും വല്ലാത്ത ആശങ്കയിലാണ്. ഇറാൻ അങ്ങ് തീരുകയാണോ ഇപ്പോൾ? അല്ല, ഇറാൻ തീരുകയാണോ എന്ന് ചോദിച്ചാൽ അത് ആർക്കും അറിയില്ല കൃത്യമായിട്ട്. ഇറാൻ്റെ സ്ട്രെങ്ത്ത് ഇപ്പോഴും ആർക്കും അസസ് ചെയ്യാൻ പറ്റിയിട്ടില്ല. ഒരുപക്ഷെ അസസ് ചെയ്ത ഏകരാജ്യം ഇസ്രായേലായിരിക്കും. അവർ ആ ഇൻഫർമേഷൻ പുറത്ത് വിട്ടിട്ടുമില്ല. അവർ മിന്നലാക്രമണത്തിൻ്റെയൊക്കെ ആൾക്കാരാണ്. ഇപ്പോൾ ഈ 450 കിലോ യുറേനിയം, അതാണല്ലോ ഇതിനകത്തെ ഒരു പ്രശ്നം. ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം ഈ യുറേനിയം അവിടെ നിന്ന് മാറ്റണം. നമ്പർ 2, ഇറാനിലെ ഭരണകൂടവും മാറണം. ഇറാനിൽ ഷായുടെ ഭരണകൂടം ഉണ്ടായിരുന്നപ്പോൾ ഇസ്രായേലുമായിട്ട് വളരെ സൗഹൃദത്തിലായിരുന്നു, ഒരു പ്രശ്നവും ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ ഇസ്രായേൽ പറയുന്നത്, എന്തിനാണ് നിങ്ങൾ ഞങ്ങളുമായിട്ട് ശത്രുത? ഡെത്ത് ടു ഇസ്രായേൽ. എന്തിന്? ഞങ്ങൾ എന്ത് കുറ്റം ചെയ്തു? നിങ്ങളെ സംബന്ധിച്ച് അത് അങ്ങനെയല്ല. ഇസ്രായേൽ എന്ന് പറഞ്ഞൊരു രാജ്യം ഭൂമുഖത്തുണ്ടാവാൻ പാടില്ല. ജൂതനെ കാണുന്നത് വെച്ച് കൊല്ലണമെന്ന് ഞങ്ങളുടെ ഗ്രന്ഥത്തിൽ എഴുതി വെച്ചിട്ടുണ്ട്. ഇങ്ങനെയൊക്കെയാണ് ആർഗ്യുമെൻറ്റ്സ് പോകുന്നത്. അപ്പോൾ ഇസ്രായേൽ ഈ പറഞ്ഞ ഒരു ഗറില്ല ഓപ്പറേഷനിലൂടെ ഈ യുറേനിയം എടുത്തുകൊണ്ട് പോകുന്നു എന്ന് വയ്ക്കുക ഇറാനിൽ നിന്ന്. അത് ചെയ്യാൻ അവർക്ക് സാധിക്കും. അവർ വിചാരിച്ചാൽ സാധിക്കും. കുറച്ച് സമയമെടുക്കുമായിരിക്കാം, അല്ലെങ്കിൽ അവർ തക്കം നോക്കിയിരിക്കുമായിരിക്കാം. ഈ യുറേനിയം എടുത്തു കഴിഞ്ഞാൽ തന്നെ മെയിൻ ബോൺ ഓഫ് കണ്ടൻഷൻ തീർന്നു. പിന്നെ ഉള്ളത് റെജീം ചേഞ്ചാണ്. അത് പിന്നെ റെജീം ചേഞ്ച് നടന്നാലെന്താ, നടന്നില്ലെങ്കിലെന്താ. ഈ സാധനം അവിടെ നിന്ന് മാറ്റുക. ഇതോടെ ഇറാൻ്റെ ആ ഒരു ആത്മവിശ്വാസത്തിൻ്റെ കോർ അത് നഷ്ടപ്പെടും. അപ്പോൾ അതാണ് ഇതിൻ്റെ ബേസിക് സംഭവം. പക്ഷേ ഇത്തവണ ഇസ്രായേൽ ഒരു സ്റ്റെപ്പ് കൂടെ മുന്നോട്ട് പോയിട്ട് ഇറാൻ്റെ ഓയിൽ ഇൻസ്റ്റലേഷൻ ആക്രമിച്ചിട്ടുണ്ട്, എണ്ണയ്ക്ക് തീ വെച്ചിട്ടുണ്ട്. അത് വലിയൊരു സിഗ്നലാണ്. കാരണം ഇത്രയൊക്കെ ആക്രമണം ഇറാനിൽ നടത്തിയെങ്കിലും അമേരിക്കയോ ഇസ്രായേലിലോ ഇറാൻ്റെ എണ്ണശേഖരം ആക്രമിച്ചിരുന്നില്ല. അവർ ആ കാർഗ് ഐലൻഡ് അവിടെ നിറച്ച് എണ്ണ ശേഖരിച്ച് വെച്ച് അവിടെ നിന്ന് കപ്പലിൽ കയറ്റി വിടുന്നതാണ് കാർഗ് ഐലൻഡ് ഇറാൻ്റെ. ആ കാർഗ് ഐലൻഡിൽ ആക്രമിക്കുമ്പോൾ പോലും എണ്ണയ്ക്ക് തീ പിടിക്കാതെ ശ്രദ്ധിച്ചു അമേരിക്ക, അതെ ഇസ്രായേൽ വരെ. കാരണം അമേരിക്കയ്ക്ക് ട്രംപിൻ്റെ ബുദ്ധി എന്താണെന്ന് വെച്ചാൽ, എന്തിനാണ് നമ്മൾ ഈ ഇറാനെ ഇങ്ങനെ ആക്രമിക്കുന്നത്? ന്യൂക്ലിയർ പ്രശ്നം ശരി, 1. നമ്പർ 2, ആ എണ്ണയുടെ കൺട്രോൾ നമ്മുടെ കയ്യിൽ വരണം. അപ്പോൾ എണ്ണയ്ക്ക് തീ വെച്ച് കഴിഞ്ഞാൽ പിന്നെ എന്ത് കൺട്രോൾ ചെയ്യാൻ പോകുന്നത്? ഇതാണ്. അപ്പോൾ വെനസ്വേലയുടെ മഡ്യൂറോയെ പിടിച്ചുകൊണ്ട് പോയത് എന്തിനാണ്? വെനസ്വേലയുടെ എണ്ണയുടെ നിയന്ത്രണം കിട്ടാൻ വേണ്ടിയിട്ടല്ല. അത് മഡ്യൂറോ അവിടെ കിടന്ന് വാചകടിച്ചാൽ ട്രംപിന് എന്താ? സാധനം എണ്ണയുടെ കൺട്രോളാണ് ആവശ്യം. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ ഗൾഫിലെ എണ്ണ, അതിൻ്റെ പുറത്ത് അവർക്കൊരു കൺട്രോളുണ്ട്. എല്ലാ സ്ഥലത്തും അമേരിക്കയുടെ ബേസസ് ഉണ്ട്, ഒക്കെയുണ്ട്. പിന്നെ എണ്ണ അവരുടെ കൺട്രോളിൽ ഇല്ലാത്ത എണ്ണ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റഷ്യയിലെ എണ്ണ, ഇറാനിലെ എണ്ണയൊക്കെയാണ്. ഇതാണ് ഈ എണ്ണയ്ക്ക് തീ വയ്ക്കാതെ യുദ്ധം ട്രംപ് കൊണ്ടു നടക്കാൻ കാരണം. പിന്നെ ഒറ്റയും റിഫൈനറി അത് ഇതൊക്കെ ആക്രമിച്ചിട്ടൊക്കെ ഉണ്ട്, ഇല്ലെന്നല്ല, എന്നാലും മേജർ ഡാമേജ് ഇല്ലാതെ. ഇത്തവണ ഇസ്രായേൽ ചെയ്തിരിക്കുന്നത് മേജറായിട്ട് തന്നെ, അത് ഇറാൻ എന്ന് പറയുന്ന അതിൻ്റെ തലസ്ഥാനം ടെഹ്റാനിൽ ആക്രമിച്ചു. പിന്നെ ഓയിൽ ഇൻസ്റ്റലേഷൻ 1-2 ആക്രമിച്ചിട്ടുണ്ട്. ഡിസ്പ്രപ്പോർഷനേറ്റ് ആയിട്ട് തിരിച്ചടിച്ചിട്ടുണ്ട്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക.
ബെൽബട്ടനും അമർത്തുക.